ഇത് ടോണി അച്ചായനാട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഈ ചെങ്ങാതിയുടെ അയ്യോ പാട്ട് കേൾപ്പിരിക്ക് പണിയോ വേണ്ട. ഞാൻ ഈ ചെങ്ങാതിയെ വീഡിയോ ഒന്നും ഇതുവരെ എടുത്ത് റിയാക്ട് ചെയ്യുകയും ചെയ്തിട്ടില്ല. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഒരു വീടാണ് കാണുന്നത്. മഹാദുരിതം പിടിച്ച രണ്ടുപേര്. ആ ഒരു +2 പഠിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടിയെ എടുത്ത് നടക്കണം, അവർക്ക് നടക്കാനൊന്നും വയ്യ, വീൽ ചെയർ ജീവിതമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ കണ്ടായിരുന്നു. സത്യം ഞാൻ പറഞ്ഞില്ലേ, എന്നിട്ട് ആ ടോണി അച്ചായൻ അന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഞാൻ വീട് വെച്ച് തരുമെന്നാണ് പറഞ്ഞിരുന്നത്. ഇത് സത്യം പറഞ്ഞ ടോണി അച്ചായനെ ഞാൻ വിചാരിച്ചിരുന്നത് ഇദ്ദേഹം കുറച്ചു മാസൊക്കെ കളിച്ചിങ്ങനെ നടക്കുക, ഒരു സ്റ്റൈലും വേഷമൊക്കെ ധരിച്ചിട്ട് അദ്ദേഹത്തിന്റെ ബിസിനസ് വളർത്താൻ വേണ്ടിയിട്ടൊക്കെ അദ്ദേഹം എന്തൊക്കെ ചെയ്യുന്നു എന്ന് മാത്രമായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇദ്ദേഹം ഇങ്ങനെ വീഡിയോ ചെയ്തപ്പോഴും എന്താണ് ആ ഒരു പാവങ്ങളെ ഇങ്ങനെ എക്സ്പോസ് ചെയ്യുന്നത്, അവരെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവരുടെ മുഖമൊക്കെ ഇങ്ങനെ എക്സ്പോസ് ചെയ്തിട്ട് സങ്കടം വിറ്റ് ഇദ്ദേഹം പ്രസിദ്ധനാവാൻ നോക്കുകയാണോ എന്നൊക്കെ ഒരു സംശയമായിരുന്നു എനിക്ക് ഈ ടോണി അച്ചായനെ കുറിച്ച് ഉണ്ടായിരുന്നത് കേട്ടോ. ഈ വീഡിയോ ചെയ്യുമ്പോഴും ഞാൻ അതിന് ചുമ്മാ തള്ളിക്കളഞ്ഞു. അതായത് ഈ വീഡിയോ ഏകദേശം ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പാണ് ഇദ്ദേഹം ചെയ്തത്. ആ വീട് വെച്ച് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിരുന്നത്. ഞാൻ സത്യം പറഞ്ഞ ഈ ചങ്ങാതി വീട് വെച്ച് കൊടുക്കുമെന്ന് വിചാരിച്ചിട്ടില്ല. ചുമ്മാ ഇങ്ങനത്തെ ഒരു വീഡിയോ പലരും ഇങ്ങനെ പലരെയും സഹായിക്കും എന്ന് പറയുന്ന വീഡിയോകളൊക്കെ എടുത്തിട്ട് ഉടായ്പ് കളിച്ചടക്കുന്ന കുറേ ടീമുണ്ടല്ലോ, അങ്ങനത്തെ ഒരു ടീമാണെന്ന് സത്യം പറഞ്ഞ് വിചാരിച്ചു പോയി. ഇദ്ദേഹത്തിനെ എതിർക്കുന്ന പല ആളുകളുണ്ട്. ഇദ്ദേഹത്തിന് ബിസിനസ് വളർത്താൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പറയുന്നത്. ആയിക്കോട്ടെ, ഇയാൾ അങ്ങനെ ബിസിനസ് വളർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പാവപ്പെട്ടവരെ സഹായിക്കുന്നൊക്കെ പറയാൻ ആയിക്കോട്ടെ, ഞാൻ അങ്ങനെ വിചാരിക്കുകയുള്ളൂ. കാരണം എന്തൊക്കെ തന്നെ ബിസിനസ് വളർത്താൻ വേണ്ടി ചെങ്ങാതി കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും ഇയാൾ സഹായിക്കുന്നുണ്ടെന്നേ. നമ്മുടെ കേരളത്തിൽ എത്രത്തോളം ആളുകളുണ്ട്, എന്തോരം സ്വർണ്ണ ബിസിനസ്സുകൾ അല്ലേ, അല്ലെങ്കിൽ എന്തോരം വണ്ടർ ബിസിനസ് നടത്തുന്ന ആൾക്കാരുണ്ട്. ഇവരെല്ലാവരും ഇങ്ങനെ പണം ഉണ്ടാക്കി സമ്പാദിച്ച ആ പണത്തിൽ നിന്ന് ഒരു തുകയെങ്കിലും മറ്റുള്ളവർക്ക് കൊടുക്കും. ഇനി കണ്ടോക്കി, ഇതാണ് എനിക്ക് ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. ഇത് നോക്കിയിടെ ഒരു നമ്പർ 1 വീട്, ഒരു ഗംഭീര വീട് നിർമ്മിച്ചു കൊടുത്തിരിക്കുകയാണ് ആ വീട്ടുകാർക്ക്. അമ്മ പൊളി. നോക്കുക, അദ്ദേഹം വരുമ്പോൾ ആൾക്കൂട്ടമില്ല, ബഹളങ്ങളില്ല, നാട്ടുകാരെ അറിയിച്ചിട്ടില്ല, ഒന്നുമില്ല. പക്ഷെ അദ്ദേഹം വീഡിയോ എടുത്തിട്ടുണ്ട്. അവർക്ക് ആ ഒരു പെൺകുട്ടിക്ക് ഈസി ആയിട്ട് പോയിട്ട് ബാത്റൂമിൽ പോകാനുള്ള സൗകര്യങ്ങളടക്കം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടാണ് അദ്ദേഹം പോകുന്നത്. അദ്ദേഹം ഇവിടെയും നല്ല രസകരമായിട്ട് തന്നെ ഒരു നാടകീയമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അവസാനം പറയുന്നുണ്ട് ഈ വീടിന് ആ ഒരു വീൽ ചെയർ ചേരില്ല. മനസ്സിലായില്ലേ? ഈ വീൽ ചെയർ ഈ വീടിന് ചേരില്ല. അതൊരു സങ്കടമായി കിടക്കുന്നുണ്ട്. നല്ലൊരു വീടായില്ലേ, ഇനി നമുക്കൊരു നല്ല വീൽ ചെയർ കൂടി, ഇവിടെ ഓട്ടോമാറ്റിക്കിലൊക്കെ ബാറ്ററിക്കൊക്കെ പ്രവർത്തിക്കുന്ന ഒരു ഗംഭീര വീൽ ചെയർ കൂടി എൻ്റെ മോഹമാണ്, അതുകൂടി ഞാൻ നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞിട്ടാണ് ഈ ചെങ്ങാതി അവിടെ നിന്ന് ഇറങ്ങുന്നത്. ഇത് കേട്ടോക്കിയേ. ചെയ്തിട്ട് അത് മാത്രം ഇയാളോട് ചെയ്യുന്ന ഞാനൊരു എനിക്ക് വിഷമാണ് സത്യം പറഞ്ഞാൽ. നമുക്കൊരു വീൽ ചെയറും മേടിച്ചു കൊടുത്തിരിക്കും, അതെന്റെ വാക്കാ അല്ലേ. ഈ ഒരു വീട്ടിൽ നിന്നാണ്, കണ്ടില്ലേ, ഈ ഒരു വീട്ടിൽ നിന്നാണ് ഈ ചെങ്ങാതി അവരെ കണ്ടില്ലേ ഈ ഒരു വീട്ടിലേക്ക് എത്തിച്ചിട്ടുള്ളത്. യജാതി പൊളി വീടാന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് കണ്ടപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇതൊന്ന് റിയാക്ട് ചെയ്ത് പറയാൻ ഒരു കാര്യമില്ല കേട്ടോ, വെറുതെ ചുമ്മാ. നമ്മുടെ നാട്ടിലിങ്ങനെ ബിസിനസ്സുകളായിട്ട് ഒരുപാട് പണം സമ്പാദിക്കുന്ന ആളുകൾ നമ്മുടെ കേരളത്തിൽ ഇഷ്ടം പോലെയുണ്ട്. അവരൊക്കെ എല്ലാവരും തന്നെ ഇങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഈ ഒരു വീടിന് ഏറ്റവും മിനിമം ഒരു 20 ലക്ഷമെങ്കിലും ആയിട്ടുണ്ടായിരിക്കും അല്ലേ. ഏറ്റവും മിനിമം എമൗണ്ട് ആണ് ഒരു 20 ലക്ഷമെങ്കിലും ആ ഒരു വീട് നിർമ്മിക്കാനായിട്ടായിരിക്കും. അത് അദ്ദേഹം കൊടുത്തില്ലേ എന്നുള്ളതാണ്. അത് ചെലവാക്കാൻ ഈ മനുഷ്യൻ തയ്യാറായിട്ടില്ലേ എന്നുള്ളതാണ് ഈ ഒരു ചങ്ങാതി ഒരു അല്പം വ്യത്യസ്തനായിട്ട് നിൽക്കുന്നത്. ബൈ.